ദില്ലിയിലെ എല്ലാ തെരുവുനായകളെയും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് രാജ്യത്ത് ചർച്ചയാകുകയാണ്. നായ്ക്കളെ വന്ധ്യംകരിച്ച് അതേ സ്ഥലത്ത് തന്നെ വിടുന്ന നിയമം അസംബന്ധമാണെന്നും കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ നിരീക്ഷിച്ചിരുന്നു. ദില്ലിയിൽ തെരുവുനായ്ക്കളെ പിടികൂടുന്നത് തടയുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, നമുക്കറിയാം രാജ്യ തലസ്ഥാനത്ത് തന്നെ തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാണ്. അവിടെ നഗരത്തിൽ തന്നെ തെരുവുനായകളുടെ ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് പരിക്കേറ്റ വാർത്തകളൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളും അത് കേരളത്തെ സംബന്ധിച്ച് തന്നെ നമ്മൾക്ക് അത് ഇവിടെ സാധ്യമാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയുണ്ട്. സുപ്രീം കോടതി എന്താണ് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? റോഷ്നി, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഡൽഹിയിലെ തെരുവുനായ പ്രശ്നം അതീവ ഗൗരവതരമാണ്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി നേരത്തെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഒരു ഹർജി സ്വമേധയാ ഫയലിൽ സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ വിശദീകരണം അടക്കം തേടുകയും ചെയ്തിരുന്നു. അധികാര കേന്ദ്രങ്ങളോട് ഭരണകൂടത്തോട് അടക്കം വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. അതിലാണ് ജസ്റ്റിസുമാരായ JB പാർഡിവാല, R മഹാദേവൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് അല്ലെങ്കിൽ വിമർശനം വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ആ ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോൾ അതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഡൽഹി, നോയിഡ, ഗുരുഗ്രാം, ഗാസിയാബാദ് ഉൾപ്പെടെയുള്ള ദേശീയ തലസ്ഥാന മേഖലയിലെ തെരുവുനായ്ക്കളെ പിടികൂടി സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന കാര്യമാണ്. മറ്റൊന്ന്, നായ്ക്കളെ പിടികൂടാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കാം. ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ തടഞ്ഞാൽ അവർ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് സുപ്രീം കോടതി തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മൃഗസ്നേഹികൾ എന്ന് പറയുന്നവർ നായ്ക്കളുടെ കടിയേറ്റും പേവിഷബാധയേറ്റും മരിച്ച കുട്ടികൾക്ക് ജീവൻ തിരികെ നൽകാനാകുമോ എന്ന കാര്യവും കൂടി ചോദിക്കുന്നുണ്ട്. തെരുവുനായ പ്രശ്നത്തിൽ പ്രായോഗിക വീക്ഷണം ഉൾക്കൊള്ളണം എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ നിർദ്ദേശിക്കുകയും ചെയ്തു, ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ കുട്ടികൾ പേവിഷബാധയ്ക്ക് ഇരയാകരുത് എന്നാണ് സുപ്രീം കോടതി അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുന്നത്. മറ്റൊന്ന്, കേരളം പല ഘട്ടങ്ങളിലായി ഈ പേവിഷ ബാധ അല്ലെങ്കിൽ തെരുവുനായ്ക്കളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കർശനമായ നിലപാട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തണം, നിയമം തിരുത്തണം എന്നടക്കമുള്ള വാദം കേരളം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിന് അനുപൂരകമായാണ് സുപ്രീം കോടതി അതിൽ ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തത്. ആ പ്രതികരണത്തിലേക്ക് നമ്മൾ വന്നാൽ അത് കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ കേരളം ഉന്നയിക്കുന്ന വാദങ്ങളെ ശരിവയ്ക്കുന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തെരുവുനായ്ക്കളെ വന്ധ്യംകരിച്ച് അതേ സ്ഥലത്ത് തന്നെ 5 ദിവസത്തിന് ശേഷം കൊണ്ടുവിടണം എന്നാണ് ABC ചട്ടം, അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ, മൃഗങ്ങളുടെ ജനന നിയന്ത്രണം സംബന്ധിച്ച ചട്ടം നിഷ്കർഷിക്കുന്നത്. അത് അസംബന്ധമാണ് എന്നാണ് സുപ്രീം കോടതിയുടെ തന്നെ വിമർശനം. വന്ധ്യം കഴിച്ചാലും ഇല്ലെങ്കിലും സമൂഹം തെരുവുനായ്ക്കളിൽ നിന്ന് മുക്തമാവുകയാണ് വേണ്ടതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, തെരുവുനായ്ക്കളുടെ കടിയേൽക്കുമെന്ന ഭയമില്ലാതെ കുട്ടികൾക്കടക്കം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വിരുദ്ധമായ ഒരു വികാരവും അനുവദിക്കാൻ കഴിയില്ല എന്ന് കൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, നേരത്തെ ഒരു ഉന്നതതല യോഗം സംസ്ഥാന സർക്കാർ വിളിച്ചുകൂട്ടുകയും അതിൽ ചില ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് മൃഗങ്ങളെ ദയാവധത്തിന് ഇരയാക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ, അത്തരം നടപടികളിലേക്ക് കടക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഉന്നതതല യോഗത്തിൽ കൈക്കൊണ്ടിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇത് ചോദ്യം ചെയ്ത് മൃഗസ്നേഹികളുടെ സംഘടന ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇതിന്മേൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ, അതായത് ഈ ചട്ടഭേദഗതി കൊണ്ടുവരിക, മൃഗങ്ങളെ ദേവതത്തിന് ഇരയാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള നടപടികൾ തൽക്കാലത്തേക്ക് പാടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അത് ഈ മൃഗങ്ങളുടെ അവകാശം സംരക്ഷിക്കുക അല്ലെങ്കിൽ അവയെ കൂടി സംരക്ഷിക്കുക എന്നതിലെ കാര്യത്തിലാണ്. പക്ഷേ അത് ഈ പേവിഷബാധയുള്ള നായ്ക്കൾക്ക് അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾക്ക് എത്രത്തോളം ബാധകമാകും എന്നൊരു ചോദ്യമുണ്ട്. അതിൽ തന്നെ ഹൈക്കോടതി കഴിഞ്ഞ തവണ ചോദിച്ചത് ഈ അപകടകാരികളായ വന്യമൃഗങ്ങളുണ്ട്, അവയെ നേരിടുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് ഈ തെരുവ് നായ്ക്കളെ നേരിട്ടുകൂടാ എന്നൊരു ചോദ്യം ഹൈക്കോടതിയും നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോടതിയുടെ കൂടി പരിഗണനയിലേക്ക് ഈ വിഷയം വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും പേവിഷബാധയ്ക്ക് ഇരയാകുന്നത് കുട്ടികളാണ് എന്നതാണ്. കുട്ടികളാണ് മരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഏതാണ്ട് 3 കുട്ടികൾ കേരളത്തിൽ തന്നെ പേവിഷബാധയേറ്റ് മരിച്ചു. മാത്രമല്ല, വാക്സിൻ ലഭ്യമായ വാക്സിൻ എടുത്ത ആളുകൾ വരെ അവർക്ക് വരെ പേവിഷബാധ ഏൽക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ സാഹചര്യവും കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ, വിമർശനങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ വളരെ വലിയ പ്രസക്തമാണ്.
റോഷ്നി. തീർച്ചയായും സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുന്നു എന്നത് തന്നെ വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത്രത്തോളം രൂക്ഷമായി തന്നെ തെരുവുനായ ആക്രമണം മാറിയിട്ടുണ്ട്.